ഞാൻ ഡോക്ടർ അപർണ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ലോക സ്കിസോഫ്രീനിയ ദിനം മെയ് 24 ആചരിക്കുന്നത് സ്കിസോഫ്രീനിയ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും പിന്നെ സമൂഹത്തിൽ സ്കിസോഫ്രീനിയ രോഗികളോടുള്ള സ്റ്റിഗ്മ ഒരു മാറ്റം വരുത്താനും വേണ്ടിയാണ്. സ്കിസോഫ്രീനിയ ദിനത്തോടനുബന്ധിച്ച് ഈ രോഗത്തെക്കുറിച്ചുള്ള സമൂഹത്തിൽ നേരിടുന്ന ചില തെറ്റിദ്ധാരണകൾ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. പ്രധാനമായും ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് സ്കിസോഫ്രീനിയ. ഹാലൂസിനേഷൻസ് അഥവാ ഭ്രമാത്മകമായ കാഴ്ചകൾ, അല്ലെങ്കിൽ മറ്റാരും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ ഡെല്യൂഷൻസ് തന്നെയാണ് സ്കിസോഫ്രീനിയയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. ക്രമാസക്തരാകാനുള്ള സാധ്യതയുള്ള രോഗമാണ്. പക്ഷേ എല്ലാ രോഗികളും എല്ലാവരും വയലൻ്റ് ആവണമെന്നില്ല. ഈ രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ നമ്മുടെ തലച്ചോറിലെ ന്യൂറോ കെമിസ്ട്രി, അതായത് ഈ ഡോപ്പമിൻ പോലുള്ള രാസവസ്തുക്കളുടെ പ്രവർത്തന ശൈലി നോർമലൈസ് ചെയ്യുന്ന മരുന്നുകളാണ്. ഇതിൽ ആന്റിസൈക്കോട്ടിക് ഗ്രൂപ്പിലുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുക. ആ മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോസിലും കൃത്യമായിട്ടുള്ള ഫോളോ അപ്പിലും മോണിറ്ററിങ്ങിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയക്കേണ്ടതായിട്ടുള്ള യാതൊരു സൈഡ് എഫക്റ്റുകളും അവിടെ ഉണ്ടാവുന്നില്ല. ആ സമൂഹത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ രോഗം വരാം. രോഗലക്ഷണങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഡോസിലുള്ള മരുന്നുകൾ മാത്രം എടുക്കുക, ഡോക്ടർ നിർദ്ദേശപ്രകാരം മരുന്നുകൾ എടുക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തത്സമയം തന്നെ ഡോക്ടറെ അറിയിക്കുക, കൃത്യമായി ഫോളോ അപ്പ് എടുക്കുക. എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ബുദ്ധിയെ മയക്കുന്ന രീതിയിലോ അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സൈഡ് എഫക്റ്റുകളൊന്നും അങ്ങനെയുള്ളപ്പോൾ ഉണ്ടാകുന്നില്ല. കൃത്യമായിട്ടുള്ള മരുന്നുകൾ എടുത്തുകൊണ്ട് തന്നെ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്ക് രോഗമില്ലാത്ത ഒരു വ്യക്തി ജീവിക്കുന്ന ജീവിതം അതേ രീതിയിൽ തന്നെ അതേ ജീവിത നിലവാരത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവർക്ക് കല്യാണം കഴിക്കുന്നതിനോ കുട്ടികൾ ഉണ്ടാകുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഇടപഴകുന്നതിനോ ഒന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല.